ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നാ, ഒത്തിരി നാളുകൊണ്ട് ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കണ ഒന്നാണ് കേട്ടോ, കോളജൻ സപ്ലിമെൻറ്റ് ഏതാ നല്ലതെന്ന്. അപ്പോൾ ഞാനിത് ഇപ്പം എന്നെ പല ഡോക്ടേഴ്സിനടുത്തൊക്കെ ആദ്യകാലങ്ങൾ 5-6 വർഷം മുന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും അത് വലിയ കാര്യമൊന്നുമില്ല, അതങ്ങ് ഡൈജസ്റ്റ് ചെയ്ത് പോകുള്ളൂ എന്ന് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ആർക്കും ഇത് സജസ്റ്റ് ചെയ്ത് തരാഞ്ഞത് കേട്ടോ. പക്ഷേ ഈ ഇടയായിട്ട് ഈ പറഞ്ഞ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്യണേ ഈ കോളജൻ ബിൽഡേഴ്സ് ഇറങ്ങുന്നുണ്ടെന്ന്. അപ്പോൾ ഞാനത് പഠിച്ചു കഴിഞ്ഞപ്പോൾ അത് ശരിയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് ആഗീകരണം ചെയ്യുന്ന പിന്നെ ഒത്തിരി കോളജൻ സപ്ലിമെൻറ്റ് ഇപ്പോൾ മാർക്കറ്റിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കുറച്ച് പരിചയപ്പെടുത്താം. പിന്നെ ഞാൻ സെലക്ട് ചെയ്യണത് നിങ്ങളുടെ ജോലിയാണ്. ഏതാ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കോമൺ ആയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, 3 തരത്തിലുള്ള സപ്ലിമെൻ്റാണ് ഇന്ന് മാർക്കറ്റിലുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യത്തേത് മറൈൻ പിന്നെ സോഴ്സാണ്. മറൈൻ എന്ന് പറയുമ്പോൾ ഫിഷ് ബേസ് ആയിട്ടുള്ളതാണ് ആദ്യത്തെ സപ്ലിമെൻറ്റ്. ഇത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയറിനും നെയിലിനും സ്കിന്നിനും എല്ലാത്തിനും നല്ലതാണ്. രണ്ടാമത്തെ വിഭാഗം ഏതാണെന്ന് കാറ്റിൽ സോഴ്സാണ്. ഇത് കന്നുകാലികൾ, അതായത് ആട്, പശു, പോത്ത് തുടങ്ങിയ വിൽ നിന്ന് എടുക്കുന്ന കോളജൻ സപ്ലിമെൻ്റാണ്. ഇത് മെയിനായിട്ട് ജോയിൻറ്റ്, അതുപോലെ കാർട്ടിലേജ്, മെയിനായിട്ട് സ്പോർട്സിനൊക്കെ ഇറങ്ങുന്നവരും അതുപോലെ പ്രോട്ടീൻ കൂടുതൽ ആവശ്യമുള്ളവർ, എക്സസൈസൊക്കെ ചെയ്യുന്നവരൊക്കെയാണ് ഈ കാറ്റിൽ സോഴ്സ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ബേസ്ഡാണ്. അവരെന്ന് പറയുമ്പോൾ അതും സ്കിന്നിനും ഹെയറിനും നെയിലിനും എല്ലാം നല്ലതാണ്. പ്ലാന്റ് സോഴ്സ് ആയിട്ട് കിട്ടുന്ന കോളാജൻ സപ്ലിമെൻറ്റ് കേട്ടോ. അങ്ങനെ 3 തരത്തിലുള്ള സപ്ലിമെൻ്റാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. അപ്പോൾ ഈ മറൈൻ സപ്ലിമെൻറ്റിൽ നമുക്കിപ്പോൾ സജസ്റ്റ് ചെയ്യാൻ പറ്റണത് വെൽബീയിങ് ന്യൂട്രീഷൻ എന്നും പറഞ്ഞ് ഒന്നുണ്ട്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഹൈറോണിക് ആസിഡ്, വൈറ്റമിൻ സി എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോളാജനെ ബിൽഡ് ചെയ്യാൻ ആവശ്യമായ വൈറ്റമിൻസും എല്ലാം മിനറൽസും എല്ലാം ഈ ഒരു പിന്നെ കമ്പനിയുടെ ഇറക്കുന്നതിൽ വെൽബീയിങ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ അവരുടെ നല്ലതാണ്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അടുത്തത് ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കൂടുതലായിട്ട് വിറ്റ് പോകുന്നതാണ് HK വൈറ്റൽസ് എന്ന് പറഞ്ഞ് ഒരു ബ്രാൻഡാണ്. ഇത് ജെൻസിനും ലേഡീസിനും വേറെ അവർ ഇറക്കുന്നുണ്ട്. ഇതും ഏറ്റവും നല്ലതാണ് നമ്മുടെ ഫൈൻ ലൈൻസ് പോകുന്നതിനും അതുപോലെ സ്കിന്നിലെ ഹൈഡ്രേഷൻ നിലനിർത്തുന്നതിനും എല്ലാത്തിനും ഈ ഒരു കോളജൻ സപ്ലിമെൻറ്റ് നല്ലതാണ്. പിന്നെ ഒന്നും കൂടെ ഞാൻ പറയാം, എന്നും പറഞ്ഞും കൊണ്ട് ഒരു ജാപ്പനീസ് ആണത് കേട്ടോ. അതും വളരെ എഫക്റ്റീവാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അൺഫ്ലേവേർഡാണ്, യാതൊരു ഫ്ലേവറും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കോഫിയിലാണെങ്കിലും സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് ഇത് ഇട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം പറയേണ്ടതാണ്, തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഡോക്ടേഴ്സിനൊക്കെ കാണുന്നവരാണ്, 50 വയസ്സിന് മുകളിലുള്ളവർ, നിങ്ങളൊരു അഭിപ്രായം ചോദിച്ചിട്ട് കഴിച്ചാൽ മതി. ഇനി അഭിപ്രായം ചോദിച്ചില്ലെങ്കിലും ഒരു 3 മാസമൊക്കെ നമുക്ക് കഴിക്കാം. അതിൽ കൂടുതൽ ഇത് കഴിക്കേണ്ട ആവശ്യമില്ല. 3 മാസം 3 നേരം അല്ലെങ്കിൽ 2 നേരം വെച്ച് ഇത് നമുക്ക് കഴിക്കാം കേട്ടോ. അത് ഞാൻ ആദ്യം പറയേണ്ടതാണ്, വിട്ടുപോയി. അടുത്ത വിഭാഗം കാറ്റിൽ സോഴ്സാണ്. കാറ്റിൽ സോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മസിൽ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ കാർട്ടിലേജ്, ജോയിൻറ്റ്, പിന്നെ ഗട്ട് ഹെൽത്തിനൊക്കെ ഈ പിന്നെ കാറ്റിൽ സോഴ്സ് ആയിട്ടുള്ള കോളാജൻ സപ്ലിമെൻറ്റ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് മെയിനായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ അത് നന്നായിട്ട് പിന്നെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് വൈറ്റൽ പ്രോട്ടീൻ എന്നുള്ളൊരു ബ്രാൻഡും അതുപോലെ തന്നെ ന്യൂട്രോവ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുമാണ് ഇന്നിപ്പോൾ പിന്നെ നന്നായിട്ട് റേറ്റിംഗ് ഉള്ള 2 ബ്രാൻഡുകൾ. കാറ്റിൽ സോഴ്സ് കോളാജൻ സപ്ലിമെൻറ്റ് കിട്ടുന്ന 2 പിന്നെ ബ്രാൻഡാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത് എന്താ, നമ്മുടെ പിന്നെ പ്ലാന്റ് ബേസ്ഡ് അല്ലേ. പ്ലാന്റ് ബേസ്ഡ് ആണ്. അതും നമ്മുടെ സ്കിന്നിനും ഹെയറിനും എല്ലാത്തിനും പിന്നെ നെയിലിനും എല്ലാം യൂസ്ഫുള്ളാണ്. ഫൈൻ ലൈൻസ് പോകുന്നതിനും എല്ലാത്തിനും യൂസ്ഫുള്ളായിട്ടുള്ളതാണ് പ്ലാന്റ് ബേസ്ഡ്. ഈ മറൈൻ ബേസ്ഡും പ്ലാന്റ് ബേസ്ഡും രണ്ടും ഒരേ ഗുണങ്ങളാണ് കേട്ടോ, ഒരേ ഗുണങ്ങളാണ്. അപ്പോൾ ഈ പ്ലാന്റ് ബേസ്ഡ് മെയിനായിട്ട്
വേഗൻസിനെ ഉദ്ദേശിച്ചാണ് ഇറക്കിയിരിക്കുന്നത്. ചിലർ ഇറച്ചി മീനൊന്നും കഴിക്കാത്തവരുണ്ടല്ലോ, അവരെ സംബന്ധിച്ചാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്ത്യയിൽ ഓടുന്നത് മെയിനായിട്ട്, ഇതിനകത്ത് മെയിനായിട്ട് എന്താണെന്നോ, സിലിക്കയുണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, അങ്ങനെ ബയോട്ടിൻ, അങ്ങനെ ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ആണ് ഇതിലടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഇന്ത്യയിൽ ഇതിൻ്റെ നന്നായിട്ട് പിന്നെ റേറ്റിംഗ് ഉള്ളത് ഒസീവ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള കോളേജൻ ആണ്. നമുക്കിന്നിപ്പോൾ ഇന്ത്യയിൽ ഇത് നന്നായിട്ട് പിന്നെ റേറ്റിംഗ് ഉള്ളത് ഒസീവയുടെയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ വാങ്ങിക്കോളൂ. ഇത് നല്ല പിന്നെ എന്താ പറയണേ, ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ, ആദ്യം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മറയൻ പിന്നെ സോഴ്സ് ഉള്ളത് കഴിക്കുന്ന പോലെ തന്നെ ഗുണം നമുക്ക് ഈ പ്ലാൻ ബേസ്ഡ് കഴിച്ചാലും കിട്ടും കേട്ടോ. അപ്പോൾ ഒസീവയാണ് അതിൻ്റെ ഒരു പിന്നെ ബ്രാൻഡ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. പിന്നെ ക്യൂവർ വേദ എന്നും പറഞ്ഞ് ഒരു ബ്രാൻഡുണ്ട്. പിന്നെ പ്യുവർ ന്യൂട്രീഷൻ കോളേജൻ ബിൽഡേഴ്സ് എന്നും പറഞ്ഞ് വേറൊരു ബ്രാൻഡുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ എഴുതിയേക്കാം കേട്ടോ. ഞാൻ പറയണത് എല്ലാവർക്കും മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും ഇതാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. സജസ്റ്റ് ചെയ്യാൻ ഉള്ള ബ്രാൻഡ്. ഇനി നിങ്ങളത് സെർച്ച് ചെയ്ത് ഡോക്ടേഴ്സിനോട് ചോദിച്ച് ഒക്കെ തീരുമാനിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്നോ, എപ്പോഴും കോളേജൻ സപ്ലിമെൻറ്റ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഗ്ലാസ് ലൈം ജ്യൂസ് കുടിക്കണം, നല്ലതാണ്. വൈറ്റമിൻ സി നന്നായിട്ട് വേണം ഇത് അബ്സോർവ് ചെയ്യാൻ കേട്ടോ. ഡൈജഷൻ നന്നായിട്ട് നടക്കണമെങ്കിൽ വൈറ്റമിൻ സി നമുക്ക് വേണം. അതുകൊണ്ട് എല്ലാവരും ഇത് കഴിക്കുന്നവർ ഒരു ഗ്ലാസ് ലൈം ജ്യൂസും കൂടെ എല്ലാ ദിവസവും കഴിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 3 നേരം കഴിക്കുക. അത് നമ്മൾ വാങ്ങുമ്പോൾ അതിനകത്ത് തന്നെ അവർ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. അല്ലെ 2 നേരം കഴിച്ചാലും മതി, പിന്നെ 3 മാസം കഴിച്ചാൽ മതി. ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓക്കെ. ഈ പ്ലാൻ ബേസ്ഡ് കോളേജൻ സപ്ലിമെൻ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ മനസ്സിൽ ചെടികളെല്ലാം കൂടെ ഇടിച്ചുണ്ടാക്കണതാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇതിനകത്ത് ഒത്തിരി വൈറ്റമിൻസും മിനറൽസും അതുപോലെ പേൾ പൗഡർ എന്നൊക്കെ തുടങ്ങി ഒത്തിരി അങ്ങനെയുള്ള പിന്നെ ഐറ്റംസൊക്കെയാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും നെയിലിനും ഒക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് നമുക്കൊരു ഏജ് ആകുമ്പോൾ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തായിരുന്നല്ലോ, ഏജ് ആകുമ്പോൾ നമ്മുടെ പിന്നെ ഞരമ്പ് തടിക്കുക, അതുപോലെ കഴുത്തിലെ ഞരമ്പ്, പിന്നെ ചുളിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണല്ലോ 50+. അപ്പോൾ 50+ ആയവർക്കാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഈ കോളേജൻ നമ്മൾ കഴിക്കുന്നത് 50+ ഉള്ളവർക്കാണ് എപ്പോഴും നല്ലത്. ചെറുപ്പക്കാർക്ക് അത്രയും അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അവരാവശ്യത്തിന് ഭക്ഷണം കഴിച്ചാൽ മതി. പ്രോട്ടീനും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഭക്ഷണ രീതി മതി അവർക്ക് എന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. എന്നെ വാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് ഉണ്ടല്ലോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.